പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നന്ദി നിറഞ്ഞൊരു ജീവിതം ജീവിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഇന്നത്തെ ആയുസ് നമുക്ക് ഉപയോഗിക്കാം. ഓരോ ദിവസവും ജീവിക്കുമ്പോൾ സത്യസന്ധമായിരിക്കുക, കഴിയുന്നിടത്തോളമെങ്കിലും സത്യസന്ധമായിരിക്കുക, അനുസരണ, സ്നേഹം, ഇതൊക്കെ നമുക്ക് പാലിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്കൊരു വിശ്വാസിയാണെന്ന് പറയാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിശ്വാസി എന്ന് പറയുന്നൊരു കള്ളനായിട്ട് മാറും. അങ്ങനെ ആകണ്ട. ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ കാണുന്നു, കേൾക്കുന്നു. സങ്കടത്തോടെ പറയട്ടെ, ഇതൊരു കൊടിയ തിന്മയുടെ ബാക്കി പത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിശാചും മടക്കി കുത്തിക്കൊണ്ട് നിന്ന് ചീത്ത വിളിക്കുന്നു, ബഹളം വെക്കുന്നു. ഞങ്ങൾ പറഞ്ഞത് നടക്കണം. സഭയിലെ അധികാരികൾ പേടിച്ച് പെരയ്ക്കകത്ത് കാത്തിരിക്കുന്നു. ഗോലിയത്തിനെ പേടിച്ചിരുന്ന ഇസ്രായേൽ ജനത്തെ പോലെ. ഒരു കാര്യം വളരെ സത്യമാണ്, ഈ സാത്താൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യരുടെ ചില സമർപ്പണം സമ്മതിച്ച് പറ്റും കേട്ടോ. അതിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന അൽമായ സഹോദരൻ, അവനെത്ര തൻ്റെ അടുത്തോടെ വർത്താനം പറയുന്നത്. തിന്മയിലാണ് നിൽക്കുന്നതെങ്കിൽ അവൻ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തത്തിന് അവൻ്റെ മകളെ കൊണ്ടൊന്ന് സീറോ മലബാർ കുർബാന ചെല്ലിച്ച് കെട്ടിക്കുകയൊക്കെ ചെയ്തു. അത് അവന് മക്കളോടുള്ള സ്നേഹം. അത് ഇവർ മനസ്സിലാകാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പിതാക്കന്മാർക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ഒരപ്പന് തൻ്റെ മക്കൾ ഗുണം പിടിക്കണമെന്നുള്ള വിചാരത്തിൽ, ദുഷ്ടരായ നിങ്ങൾക്ക് മക്കൾക്ക് നല്ലത് അറിയാമല്ലോ എന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ലേ? അതാണ് അവൻ ചെയ്തത്. അവൻ കുഴപ്പത്തിലാണ് നിൽക്കുന്നതെന്ന് അവന് തന്നെ അറിയാൻ മേലഴിയൊന്നുമില്ല. പക്ഷേ എന്നാലും അവൻ തൻ്റെ മകളെ കൊണ്ടുപോയി രക്ഷയുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് കയറ്റി വെച്ചു. ഇതൊക്കെ കണ്ടിട്ട് ഇവർക്കാർക്കും ഒരു ബോധവും കയറുന്നില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അവൻ്റെ പകുതി തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടോ? അവനെ ബൂസ്റ്റ് ചെയ്യാനല്ല ഞാനീ പറയുന്നത്. ദൈവാത്മാവ് അല്ലാഞ്ഞിട്ട് അവൻ അത്രയും തൻ്റെ ഇടം. എന്തേ ദൈവാത്മാവിനാലാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്രയും തൻ്റെ ഇടമില്ലാത്തത് പിതാക്കന്മാരെ? ഞങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ പരിശുദ്ധാത്മാവുള്ളവരാണെന്നൊക്കെയാണ് പറയുന്നത്. ചുമ്മാതാ. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാമെങ്കിൽ ഒറിജിനലായിട്ട് നിങ്ങളിലെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. കാരണം മാവുണ്ട് മാങ്ങ ഉണ്ടാവും, തെങ്ങുണ്ട് തേങ്ങ ഉണ്ടാവും. ആത്മാവ് നിങ്ങളിൽ പ്രവർത്തന നിരതമാണെങ്കിൽ ധീരതയോടെ ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാ നിങ്ങൾ. രണ്ടുപേരുടെ തോളെ വെച്ചിരിക്കുക. ഒന്നൊരു വികാരിയുടെ, ഒരു വികാരിയും വന്നിരിപ്പുണ്ട്, ഒരു വലിയ പിതാവും വന്നിരിപ്പുണ്ട്. എന്തിനു വേണ്ടിയാണോ? ഇട്ടിട്ടിറങ്ങിപ്പോയി കൂടെ. പെണ്ണിലേക്ക് ബലമില്ലെങ്കിൽ തലയിൽ ഭാരം എടുക്കാൻ മനുഷ്യരാരും ഒരുങ്ങത്തില്ല. റോമിൽ മാർപ്പാപ്പയെ കാണാൻ പോയിച്ച് അവിടെ ഇരുന്നുകൊണ്ട് ചാനലുകാരോട് ഒക്കെ പറഞ്ഞു, അത് ഇവിടെ അങ്ങനെയൊന്നും ഇല്ലെന്ന്, ഇവിടെ എല്ലാവരും മറ്റേ ഒരു പത്രക്കാരുണ്ടാക്കുന്ന പ്രശ്നമേ ഉള്ളെന്ന് പറഞ്ഞു. അതൊരു പത്രക്കാരുണ്ടാക്കുന്ന പ്രശ്നമാണ്. പിതാവിന് നാണമില്ലേ? നാട്ടുകാരെല്ലാം കൂടെ ഒരു പരിശുദ്ധ കുർബാന, സഭയുടെ കുർബാന ചെല്ലുന്ന പള്ളിയിൽ ചെന്നേച്ചും മതിൽ പിടിച്ച് വലിയ പ്രസംഗമൊക്കെ നടത്താൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ, നിങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, നിങ്ങൾ രണ്ടുപേരും കൂടി, നിങ്ങൾ രണ്ട് പിതാക്കന്മാരും കൂടി ബസലിക്കായിൽ ഒരു കുർബാന ചെല്ലേ, നിങ്ങൾ അവിടെ കിടന്ന് മരിക്കാൻ, നിങ്ങളെ കൊല്ലുകാണാൻ ചാകുന്നേ. ഞങ്ങൾക്ക് പറയാൻ സാധിക്കുമല്ലോ ഞങ്ങളുടെ പിതാക്കന്മാർ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മരിച്ചെന്ന്. ഞങ്ങളെ ബലിയിൽ പങ്കെടുക്കാവുന്നേ. എന്തിനാ ഈ ഭാരതത്തിൽ ഇത്രയും പോലീസ് സംവിധാനങ്ങളൊക്കെ എന്തിനാ? തിന്മ നടക്കുമ്പോൾ അതിനെ അടിച്ചിരുത്താനാ. പിടിച്ചു മാറ്റേണ്ടി എടുത്തുകൊണ്ട് പോകേണ്ടതിനെ അവരെടുത്തുകൊണ്ട് പൊക്കോളും. നിങ്ങളെന്തിനാ 21 വൈദികർക്കെതിരെ പോലീസ് കേസ് കൊടുത്തിട്ട് പോലീസിനെ വിളിച്ച് അവരെ എടുത്ത് മാറ്റിയത്? അപ്പോൾ അധികാരങ്ങൾ വേണമായിരുന്നു. നിങ്ങൾ ബലിയർപ്പിക്കുമ്പോഴും അത് തന്നെ സംഭവിക്കുമല്ലോ. ഇതിന് മുമ്പുള്ളതിന് മാതൃകയുണ്ടല്ലോ. ജോർജ് ആലഞ്ചേരി പിതാവ് അവിടെ 3 കുർബാന ചൊല്ലിയപ്പോഴും ഒരു കലഹവും ഉണ്ടായില്ലല്ലോ. അന്ന് ഇത്രയും മൂത്തിട്ടില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരു മൂപ്പുമില്ല. നിങ്ങൾക്ക് തൻ്റെ ഇടമില്ല. നിങ്ങളൊക്കെ വെറുതെ ഒരു പാവപ്പെട്ട വിശ്വാസിയുടെ ഒരു ആത്മധൈര്യമെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? ചുമ്മാ ഇങ്ങനെ ബോണറ്റും പൊക്കി നടന്നിട്ട് എന്താ കാര്യം? തൊപ്പിയുണ്ടോ, വടിയുണ്ടോ, വലിയ വിശാലതയാണ്. വീട്ടിലുള്ളവർ പട്ടിണി കിടക്കുമ്പോൾ നാട് മുഴുവൻ നടന്നു സ്വീകരണം വാങ്ങി അടിപൊളി ആഘോഷം കൊണ്ടു നടന്നത്. എന്ത് ഗുണമാണ് ഉള്ളത്? മനസ്സിലാകുന്നില്ല. ഇത് സാക്ഷ്യമല്ല, എതിർ സാക്ഷ്യമാണ്. അതുകൊണ്ട് സങ്കടത്തോടെ പറയുക, ആ എതിർപക്ഷത്ത് നിൽക്കുന്നവൻ്റെ തൻ്റെ ഇടം നിങ്ങളിൽ കാണട്ടെ. അത് പരിശുദ്ധാത്മാവിൻ്റെ ആയിരിക്കട്ടെ. വെല്ലുവിളിക്കേണ്ടടുത്ത് വെല്ലുവിളിക്കണം.
ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കണം, ചേർത്ത് പിടിക്കേണ്ടടുത്ത് ചേർത്ത് പിടിക്കണം. അല്ലാതെ പിശാചിനെ ചേർത്ത് പിടിക്കാനൊന്നും ആരും ഒരുങ്ങല്ലേ. ഒരുങ്ങിയാൽ ഇങ്ങനെ ഇരിക്കും. ഉള്ള നന്മകളെല്ലാം തല്ലി തകർക്കുന്നു സാത്താൻ. എന്നിട്ട് നിങ്ങൾ നിശബ്ദമായി നടക്കുക. നിങ്ങൾ പറഞ്ഞിട്ട് പോയി കുർബാന ചൊല്ലിയ ഒരു പുരോഹിതനെയാണ് പട്ടിയെ തല്ലി നിനക്ക് തല്ലി. എന്നിട്ട് നിങ്ങൾ അക്ഷരം വേണ്ടിയില്ല. നിങ്ങളുടെ വായിൽ എന്തായിരിക്കുന്നത്? അത് ശബ്ദം പോയോ? അല്ലാത്ത കാര്യങ്ങളിലൊക്കെ പറയുമല്ലോ. തിന്മയ്ക്ക് മൗനാനുവാദം കൊടുക്കുന്ന കൊടിയ പാപം നിങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആ പുരോഹിതനെ ചേർത്ത് പിടിക്കാനോ അദ്ദേഹത്തെ സഹായിക്കാനോ ഒന്നും നിങ്ങൾക്കൊരുങ്ങുന്നില്ല. ഇനി സമവായം കൊണ്ടുപോവാ ഇങ്ങോട്ട്. ഞങ്ങൾ അടങ്ങിയിരിക്കുന്നത് ദൈവഭയമുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ദൈവികമായ തൻ്റെ ഇടവുമില്ല. സഹിച്ച് ഞങ്ങൾ മടുത്തു കേട്ടോ. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളെന്തായാലും നിങ്ങളുടെ പരിപാടി നിങ്ങളുടെ ചീട്ട് കയറി. മരിക്കാറായി കിടക്കുന്ന മാർപ്പാപ്പ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന കുറേ ജന്മങ്ങൾ ഇവിടെ ഉണ്ട്. ആ ജന്മങ്ങളോട് ഞാൻ പറയുക, പൊന്നുമോനെ, വാർദ്ധക്യവും മരണവും ഒക്കെ സ്വാഭാവികമാണ്. ഇനി ഈ മാർപ്പാപ്പ മരിച്ചിട്ട് പുതിയൊരു മാർപ്പാപ്പ വന്നാലും നിങ്ങളുടെ കാര്യം നടക്കത്തില്ലെന്നുള്ളത് 100% ഉറപ്പാണ്, ഗ്യാരണ്ടി. തന്നെയല്ല, പല രൂപതകളിലും പിശാചുക്കൾ തലപൊക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇത് മര്യാദയ്ക്ക് ചെയ്യാത്തത് കൊണ്ട്. മേജർ ആരുടെ മേജറാണെങ്കിൽ മേജറായിട്ട് തന്നെ പ്രവർത്തിക്കണം. മേജറുടെ പദവി കാണിക്കണം. ഒന്നിനും കൊള്ളാത്ത ഒരെണ്ണത്തിനെ പിടിച്ച് മേജറാക്കി. എല്ലാ പിതാക്കന്മാർക്കും ഇതിന് ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ ഈ 2 പേർക്ക് മാത്രമല്ല, ഇവരെ പൊക്കി വെച്ച എല്ലാവർക്കും ഇതിന് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങളുടെ രൂപതയല്ല, നിങ്ങളുടെ രൂപതയല്ലത് എറണാകുളം അങ്കമാലി അതിരൂപത കത്തോലിക്ക സഭയുടെ ഭാഗമല്ലേ. തൽക്കാലം ഞാൻ നിർത്തുകയാണ്. സഹിക്കാൻ മേലാത്ത സങ്കടം കൊണ്ട് പറയുക, പൊറുതി മുട്ടി കഴിയുമ്പോൾ ദൈവജനം കയറി നിങ്ങളെ തല്ലും. സംശയമൊന്നും വേണ്ട. കാരണം പാവപ്പെട്ട ജനത്തിന് കൺട്രോൾ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. ഈ വിമതന്മാർ തല്ല വരുന്നതിനേക്കാൾ സ്പീഡിൽ ദൈവജനം നിങ്ങളുടെ അരമനെ കയറി തല്ലും. അങ്ങനെയൊക്കെ ചെയ്യിക്കണമെന്നോ ഒന്നും ഞങ്ങൾക്കാർക്കും വിചാരമില്ല. ഞങ്ങൾക്ക് സഭ പറയുന്ന കാര്യങ്ങൾ സഭ പറയുന്നത് പോലെ, മാർപ്പാപ്പ പറയുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയത്തില്ലെങ്കിൽ ഇട്ടിട്ടിറങ്ങിപ്പോവുക സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും. വേറെ ആരെങ്കിലും തൻ്റെ ഇടമുള്ളവർ വരട്ടെ. നിർത്തുക തൽക്കാലം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. ഈ നോയമ്പ് കാലത്ത് ഞങ്ങൾക്ക് സഭയുടെ ബലി അർപ്പിക്കുവാനും കൂദാശകൾ സ്വീകരിക്കുവാനുമുള്ള ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒന്ന് ഷെയർ ചെയ്യണം, സഹായിക്കണം.